Hi friends, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് KTU BTech Chemistry 2024 സ്കീമിന്റെ സപ്ലി എക്സാമിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ഫ്രം മൊഡ്യൂൾ 3 സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ആദ്യമായിട്ടുള്ളത് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല, ആ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും ആൻസേഴ്സും മാത്രം. ഫസ്റ്റ് വൺ, വെരി ഇമ്പോർട്ടൻറ്റ്, ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്. കഴിഞ്ഞ തവണ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്, ഏതൊക്കെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് UV റേഡിയേഷൻ ഒരു മോളിക്യൂളിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ആ മോളിക്യൂളിൽ ഇലക്ട്രോൺസ് നടത്തുന്ന ആ ഒരു ട്രാൻസിഷൻ ആണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്ന എവിടെയാണോ ആ ഒരു ഇലക്ട്രോണിക് എനർജി ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്പെക്ട്രോസ്കോപ്പിയെ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. യൂസ് ചെയ്യുന്ന റേഡിയേഷൻ UV വിസിബിൾ റേഡിയേഷൻ ആയതുകൊണ്ട് ആ സ്പെക്ട്രോസ്കോപ്പിയെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്നും പറയുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ ട്രാൻസിഷൻസ് പോസിബിൾ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഗ്രാഫ്, വേവ് ലെങ്തും അബ്സോർബൻസും വെച്ചിട്ട് ഗ്രാഫ്. ഇലക്ട്രോണിക് ട്രാൻസിഷന്റെ കൂടെ വൈബ്രേഷൻ ആൻഡ് റൊട്ടേഷൻ ട്രാൻസിഷൻ കൂടി നടക്കുന്നതുകൊണ്ട് സ്പെക്ട്രം കുറച്ച് ബ്രോഡ് ആയിരിക്കും. ദീസ് ആർ ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻ മോളിക്യൂൾസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഏതൊക്കെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് പോസിബിൾ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഇലക്ട്രോൺസ് എവിടെയൊക്കെ ഒക്യുപ്പൈ ചെയ്യുന്നു എന്ന് അറിഞ്ഞാൽ അവിടെ നിന്ന് ഇലക്ട്രോൺസ് വേറൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഇതൊരു 5 നില കെട്ടിടമാണെങ്കിൽ താഴെ ഇരിക്കുന്നവർക്ക് കുറച്ച് എനർജി കിട്ടുമ്പോൾ അവർ ഒരുപാട് എനർജി കിട്ടിയാൽ ഏറ്റവും മേളത്തെ കെട്ടിടത്തിലേക്ക് ചാടും അല്ലേ. ഈ കുറച്ച് എനർജി കിട്ടുന്നെങ്കിൽ രണ്ടാമത്തെ നിലയിൽ ഇരിക്കുന്ന ആള് വേണമെങ്കിൽ 4ാമത്തെ നിലയിലേക്ക് ചാടാം. ഇത്തരത്തിലുള്ള ആ ഒരു മൂവ്മെന്റ് ആണ് ഇവിടെ UV റേഡിയേഷൻ മോളിക്യൂളിൽ വന്ന് പതിക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് UV റേഡിയേഷനെ എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺസ് ഈ ഒരു ട്രാൻസിഷൻ നടത്തുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ട്രാൻസിഷൻസ് 4 ടൈപ്പ് ആണുള്ളത്. സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ, പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ, N ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ആൻഡ് N ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. ഈ 4 ട്രാൻസിഷൻസ് ആണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിൽ പോസിബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. അപ്പൊ സിഗ്മ എന്ന് പറയുന്നത് നമുക്കറിയാം സിഗ്മ ബോണ്ട് ആണ് അല്ലെ. സിഗ്മ ബോണ്ടിൽ നിന്ന് സിഗ്മ സ്റ്റാർ അല്ലെങ്കിൽ സിഗ്മ മോളിക്കുലർ ഓർബിറ്റലിൽ നിന്ന് സിഗ്മ സ്റ്റാർ മോളിക്കുലർ ഓർബിറ്റലിലേക്കുള്ള ട്രാൻസിഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് പോസിബിൾ ആയിട്ടുള്ളത് സിഗ്മ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസിലാണ്. സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട് ആണ്, എല്ലാ മോളിക്യൂൾസിലും സിംഗിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ സ്പെഷ്യൽ ആയിട്ട് പോസിബിൾ ആയിട്ടുള്ളത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിലാണ്. സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഹൈഡ്രജനും കാർബണും ഉള്ള മോളിക്യൂൾസ്, ഈഥെയ്ൻ മീഥെയ്ൻ പ്രൊപ്പൈൻ പോലുള്ള മോളിക്യൂൾസിലാണ് ഈ ട്രാൻസിഷൻ പോസിബിൾ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇത് എക്സാമ്പിൾ ഏതാണ്, എല്ലാ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസും, എക്സാമ്പിൾ ഈഥെയ്ൻ മീഥെയ്ൻ പ്രൊപ്പൈൻ പോലുള്ള മോളിക്യൂൾസ്. ഇനി എനർജി, ഈ ട്രാൻസിഷന്റെ എനർജി വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് വരയ്ക്കാനും കൂടി പഠിക്കുക കേട്ടോ. സിഗ്മ പൈ നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിൽ പൈ സ്റ്റാർ സിഗ്മ സ്റ്റാർ, ഇങ്ങനെ ആ ഒരു എനർജിയുടെ ഓർഡർ മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ദെൻ സിഗ്മയിൽ നിന്ന് സിഗ്മ സ്റ്റാറിലേക്കുള്ള ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും ദൂരത്തേക്കുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട് അല്ലേ. അപ്പൊ എനർജി എങ്ങനെയായിരിക്കും, ഈ ട്രാൻസിഷന്റെ എനർജി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. എനർജി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ ട്രാൻസിഷന്റെ വേവ് ലെങ്ത് വളരെ കുറവായിരിക്കും. അപ്പൊ എനർജി വളരെ കൂടുതലും വേവ് ലെങ്ത് വളരെ കുറവും ആയതുകൊണ്ട്, വേവ് ലെങ്ത് വളരെ കുറവാണെങ്കിൽ നമുക്ക് UV സ്പെക്ട്രയിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷന്റെ വേവ് ലെങ്ത് വരുന്നത് 150 നാനോമീറ്റർ അല്ലെങ്കിൽ അത് കുറവാണ്. 200 തൊട്ട് 780 വരെ നാനോമീറ്ററിലുള്ള ട്രാൻസിഷൻ ആണ് നമുക്ക് ഓർഡിനറി UV സ്പെക്ട്രോമീറ്ററിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ UV സ്പെക്ട്രയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് ട്രാൻസിഷൻ ചോദിക്കുമ്പോൾ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ഉണ്ട്, പക്ഷേ അത് UV വിസിബിൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ അല്ല. കാരണം എന്താണ്, ഇതിന്റെ എനർജി വളരെ കൂടുതലാണ്, വേവ് ലെങ്ത് വളരെ കുറവാണ്. അപ്പോൾ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷനിൽ ഓർത്തിരിക്കാനുള്ളത് സിഗ്മ ബോണ്ടഡ് മോളിക്യൂൾസിലാണ് ഈ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ പോസിബിൾ ആയിട്ടുള്ളത്. എനർജി ഓഫ് ട്രാൻസിഷൻ വളരെ കൂടുതലാണ്, അതുകൊണ്ട് വേവ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ വളരെ കുറവാണ്. ഈ വേവ് ലെങ്ത് 150 നാനോമീറ്ററിലും കൂടി കുറവായതുകൊണ്ട് നമുക്കത് ഓർഡിനറി സ്പെക്ട്രോമീറ്ററിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ് UV വിസിബിൾ ആക്റ്റീവ് അല്ല. ഇനി എക്സാമ്പിൾസ് എല്ലാ ടൈപ്സ് ഓഫ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, ഈഥെയ്ൻ മീഥെയ്ൻ പ്രൊപ്പൈൻ ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ. അടുത്ത ടൈപ്സ് ഓഫ് ട്രാൻസിഷൻ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. അപ്പോൾ പൈ മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള മോളിക്യൂൾസ് ആണ് നമുക്കറിയാം. അപ്പോൾ ഈ കേസിൽ ഒരു മോളിക്യൂള് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ കാണിക്കണമെങ്കിൽ അതിൽ എന്ത് വേണം, ഒന്നെങ്കിൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് മസ്റ്റ് ആയിട്ടും വേണം. അങ്ങനെയുള്ള മോളിക്യൂൾസിൽ മാത്രമേ ഈ പൈ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് പൈ സ്റ്റാർ മോളിക്കുലർ ഓർബിറ്റിലേക്ക് ട്രാൻസിഷൻ നടത്തുള്ളൂ. എപ്പോഴാണ് ട്രാൻസിഷൻ നടത്തുന്നത്, UV റേസ് മോളിക്യൂളിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ആ എനർജി മോളിക്യൂള് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ ഇതിന് എക്സാമ്പിൾ ഏതാണ്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോകാർബൺസ് ആണ് ഇതിന്
എക്സാമ്പിൾ. അതായത് പ്രൊപ്പീൻ, ബ്യൂട്ടീൻ, 1,3 ബ്യൂട്ടാഡൈൻ, ബെൻസീൻ അതുപോലെയുള്ള ഡബിൾ ബോണ്ടഡ് മോളിക്യൂൾസിനെല്ലാമാണ് ഈ ഒരു പൈ ടു പൈസ്റ്റർ ട്രാൻസിഷന്റെ എക്സാമ്പിൾ. ഇതിനൊരു എക്സെപ്ഷൻ ഉള്ളത് നമ്മുടെ ഈഥീൻ ആണ്. ഈഥീൻ ഒരു ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്യൂൾ ആണ്, അൺസാച്ചുറേറ്റഡ് ആണ്. പക്ഷേ ഇത് UV വിസിബിൾ ആക്റ്റീവ് അല്ല. കാരണം 169 നാനോമീറ്ററേ ഉള്ളൂ ഇതിന്റെ വേവ് ലെങ്ത്. 200 തൊട്ട് 780 വരെ വന്നാലേ അത് UV വിസിബിൾ ആക്റ്റീവ് ആവുള്ളൂ. നമ്മൾ പറഞ്ഞല്ലേ 200 to 780 നാനോമീറ്റർ വരെ വന്നാലേ UV വിസിബിൾ ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ പൈ ടു പൈസ്റ്റർ ട്രാൻസിഷൻ, ഓർഡിനറി പൈ ടു പൈസ്റ്റർ ട്രാൻസിഷൻസ് എല്ലാം UV വിസിബിൾ ആക്റ്റീവ് ആണ്. എക്സെപ്ഷൻ ഏതാണ്? ഈഥീൻ മാത്രമാണ്. ഈഥീന്റെ വേവ് ലെങ്ത് കുറച്ച് കുറവാണ്, അതുകൊണ്ട് അത് മാത്രം UV സ്പെക്ട്രോമീറ്ററിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ പൈ ടു പൈസ്റ്റർ ട്രാൻസിഷൻ പറയുമ്പോൾ ഓർക്കേണ്ടത് എന്താണ്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആണ് ഇതിന് എക്സാമ്പിൾ. അതായത് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോകാർബൺസ്. ബെൻസീന്, 1,3 ബ്യൂട്ടാഡൈന് അല്ലെങ്കിൽ ബ്യൂട്ടീന്, പ്രൊപ്പീന് ഇതെല്ലാം ഇതിന് എക്സാമ്പിളാണ്. പ്രൊപ്പൈന്, ബ്യൂട്ടൈന് ഒക്കെ. ഇനി ഡബിൾ ബോണ്ട് ഉണ്ടായിട്ടും ആക്റ്റീവ് അല്ലാത്തൊരു മോളിക്യൂളാണ് ഈഥീൻ. കാരണം അതിന്റെ വേവ് ലെങ്ത് വളരെ കുറവാണ്. ഇതാണ് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. 1,3 ബ്യൂട്ടാഡൈന്, 135 ഹെക്സാട്രൈൻ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അടുത്തത് N ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. N എന്ന് പറയുന്നത് നോൺ ബോണ്ടഡ് മോളിക്കുലർ ഓർബിറ്റിലാണ്. അതായത് ബോണ്ടിങ്ങിൽ ഒന്നും പങ്കെടുക്കാത്ത ഇലക്ട്രോൺ ഇരിക്കുന്ന സ്ഥലമാണ് നോൺ ബോണ്ടഡ് മോളിക്കുലർ ഓർബിറ്റിൽ. ഈ നോൺ ബോണ്ടഡ് മോളിക്കുലർ ഓർബിറ്റിൽ നിന്ന് പൈ സ്റ്റാർ മോളിക്കുലർ ഓർബിറ്റിലേക്ക്, അതായത് ഈ ഒരു ട്രാൻസിഷൻ ആണ് N ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. എനർജി വളരെ കുറവാണെന്ന് നമുക്കറിയാം, അതുകൊണ്ട് തന്നെ ഹൈ വേവ് ലെങ്ത് നമുക്ക് ഇതിൽ കിട്ടും. അതുകൊണ്ട് ഇതും UV വിസിബിൾ ആക്റ്റീവ് ആണ്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഏതൊക്കെയാണ് എക്സാമ്പിൾ? N ടു പൈ സ്റ്റാർ എന്ന് പറയുമ്പോൾ നോൺ ബോണ്ടഡ് ഇലക്ട്രോണും വേണം, പൈ ബോണ്ടഡ് ഇലക്ട്രോൺ വേണം അല്ലേ? അതായത് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസും വേണം, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടും വേണം. നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് പൊതുവേ ഉള്ള ആറ്റംസ് ഏതൊക്കെയാണ്? ഓക്സിജൻ, സൾഫർ, അതുപോലെ ഫ്ലൂറിൻ, ക്ലോറിൻ ഒക്കെ പോലുള്ള നമ്മുടെ ഹാലജൻസ് ഒക്കെയാണ് ഇതുപോലെ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉള്ളത്. കാരണം ഇവരുടെ എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉണ്ട്, ബോണ്ടിങ് പങ്കെടുത്ത് കഴിഞ്ഞാലും ഇലക്ട്രോൺസ് മിച്ചമുണ്ടാവും. അപ്പോൾ ഓക്സിജൻ, സൾഫർ, ഹാലജൻസ് ഒക്കെയാണ് നമ്മുടെ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉള്ളത്. ഇത്തരത്തിൽ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസും ഡബിൾ ബോണ്ടും കൂടിയുള്ള മോളിക്യൂൾസ് ആണ് N ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ പോസിബിൾ ആയിട്ടുള്ളത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ആൽഡിഹൈഡ്, കീറ്റോണ്, ആസിഡ്, എസ്റ്റർ ഒക്കെ. ഓക്കെ, ഇപ്പോൾ അസറ്റോൺ ഇതൊരു കീറ്റോൺ ആണ്. ഈ ഓക്സിജനിൽ ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ, നോൺ ബോണ്ടഡ് ഇലക്ട്രോൺ ഉണ്ട്. കാരണം ഓക്സിജനിൽ ആകെപ്പാടെ 6 ഇലക്ട്രോൺസ് ഉണ്ട് പുറത്ത്. ഈ 2 ഇലക്ട്രോൺ മാത്രമേ ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളൂ, ബാക്കി 4 ഇലക്ട്രോൺസ് നോൺ ബോണ്ടഡ് ആണ്. അപ്പോൾ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസും ഉണ്ട്, പൈ ബോണ്ടും ഉണ്ട്. ഇത്തരത്തിലുള്ള മോളിക്യൂൾസ് ആണ് N ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ആൽഡിഹൈഡ് ഒരു എക്സാമ്പിൾ ആണ്, ഫോർമാൽഡിഹൈഡ്. അതുപോലെ കീറ്റോണ്, ആൽഡിഹൈഡ്, എസ്റ്റർ. എസ്റ്റർ എന്ന് പറയുന്നത് C ഡബിൾ ബോണ്ട് O, ഇവിടെ ഒരു ഓക്സിജനും കൂടി വരും, അതാണ് ഒരു എസ്റ്റർ. പിന്നെ ഉള്ളത് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ O കഴിഞ്ഞിട്ട് ഇവിടെ ഒരു H വരും. അങ്ങനെ പൈ ബോണ്ടും നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസ് ആണ് N ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ഇത് UV വിസിബിൾ ആക്റ്റീവ് ആണ്. അടുത്തത് N ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. ഇപ്പൊ നോൺ ബോണ്ടഡ് മോളിക്കുലർ ഓർബിറ്റിൽ നിന്ന് സിഗ്മ മോളിക്കുലർ അല്ലെങ്കിൽ സിഗ്മയുടെ തന്നെ സിഗ്മ സ്റ്റാർ മോളിക്കുലർ ഓർബിറ്റിലേക്കാണ് ട്രാൻസിഷൻ നടത്തുന്നത്. നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് വേണം, അതായത് ഓക്സിജൻ, സൾഫർ, ഫ്ലൂറിൻ, ക്ലോറിൻ പോലുള്ള മോളിക്യൂൾസ്. അതിനോടൊപ്പം തന്നെ സിഗ്മ ബോണ്ടും ഉള്ള മോളിക്യൂൾസ് ആണ് ഇതിന് എക്സാമ്പിൾ. അതായത് H2O, വാട്ടർ, സൾഫർ ഡയോക്സൈഡ്, H2O, SO2, NH3, അതുപോലെ തന്നെ ആൽക്കഹോൾ CH3OH. ആൽക്കഹോളിൽ ഡബിൾ ബോണ്ട് ഇല്ല, പ്രത്യേകം ഓർത്തിരിക്കുക. അതിലൊരു ഓക്സിജൻ ഉണ്ട്, അപ്പൊ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഇതിലുണ്ടാവും. ദെൻ സിഗ്മ ബോണ്ടും ഉണ്ടാവും. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് അമീൻസ്, അമോണിയ, വാട്ടർ, ആൽക്കഹോൾ ഒക്കെ. N ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ പോസിബിൾ ആണ്. പക്ഷെ ഇതിന്റെയും അബ്സോർപ്ഷൻ നടക്കുന്നത് 200 നാനോമീറ്ററിൽ കുറവാണ്, അതുകൊണ്ട് അതും UV വിസിബിൾ ആക്റ്റീവ് അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച 4 ട്രാൻസിഷൻസ്, സിഗ്മ ടു സിഗ്മ സ്റ്റാർ ഉണ്ട്, പൈ ടു പൈ സ്റ്റാർ ഉണ്ട്, N ടു സിഗ്മ സ്റ്റാർ ഉണ്ട്, N ടു പൈ സ്റ്റാർ ഉണ്ട്. ഇതിലാകെപ്പാടെ UV വിസിബിൾ ആക്റ്റീവ് ആയിട്ടുള്ള ഏത് മാത്രമാണ്? പൈ ടു പൈ സ്റ്റാറും N ടു പൈ സ്റ്റാർ മാത്രമാണ് UV വിസിബിൾ ആക്റ്റീവ്. ഇപ്പോൾ ഒരു മോളിക്യൂൾ തന്നാൽ ആ മോളിക്യൂൾ UV വിസിബിൾ ആക്റ്റീവ് ആവാൻ വേണ്ട കണ്ടീഷൻ എന്താണ്? രണ്ടിലും പൈ ഉണ്ട് അല്ലേ? N ടു പൈ സ്റ്റാറും പൈ ടു പൈ സ്റ്റാറും. അപ്പോൾ ഉറപ്പായിട്ടും ആ മോളിക്യൂളിൽ എന്ത് വേണം? പൈ ബോണ്ട് വേണം. ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വേണം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ പൈ ബോണ്ടും നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസും വേണം, ആൽഡിഹൈഡ്, കീറ്റോൺ ഒക്കെ പോലെ. എങ്കിൽ മാത്രമേ ആ മോളിക്യൂള് എങ്ങനെയാവുള്ളൂ? UV വിസിബിൾ ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ഒരു മോളിക്യൂൾ കിട്ടിയാൽ എന്ത് നോക്കുക? ഒന്നെങ്കിൽ അതിന്റെ അവസാനം ഈൻ അല്ലെങ്കിൽ YNE ആണോ നോക്കുക. അപ്പോൾ അത് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ആൽഡിഹൈഡ്, കീറ്റോൺ, എസ്റ്റർ. ആൽഡിഹൈഡിന്റെ ഒക്കെ അവസാനം എന്താണ്? AL ആണ് വരുന്നത്. അല്ലെങ്കിൽ ആൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആൽഡിഹൈഡ്, കീറ്റോൺ, എസ്റ്റർ, ആസിഡ്, പിന്നെ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഉള്ള മോളിക്യൂൾസും ട്രിപ്പിൾ ബോണ്ട് ഉള്ള മോളിക്യൂൾസും. ഇത്രയാണ് UV വിസിബിൾ ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ്. ഓക്കെ, മോളിക്യൂൾസ് ഹാവിംഗ് പൈ ഇലക്ട്രോൺസ്, പ്രൊപ്പീന്, 1,3 ബ്യൂട്ടാഡൈൻ, ബെൻസീൻ പോലെ. പിന്നെ പൈ ഇലക്ട്രോൺസും നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസും ഉള്ള ഫോർമാൽഡിഹൈഡ്, അസറ്റോൺ, അസറ്റിക് ആസിഡ് ഒക്കെ പോലുള്ള മോളിക്യൂൾസ് ആണ് UV വിസിബിൾ ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, മോളിക്യൂൾസിന്റെ എക്സാമ്പിൾ തന്നിട്ട് അതിൽ ഏതൊക്കെയാണ് UV വിസിബിൾ ആക്റ്റീവ് എന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ എന്ന് നോക്കുക. ആൽഡിഹൈഡ് ആണോ, കീറ്റോൺ ആണോ, ആസിഡ് ഇതിൽ ഏതെങ്കിലും ആണോ നോക്കുക.
ഫോർ എക്സാമ്പിൾ ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതൊക്കെയാണ് യു വി വിസിബിൾ ആക്റ്റീവ്? വാട്ടറിൽ ഡബിൾ ബോണ്ട് ഉണ്ടോ? ഇല്ല. H2O ഡബിൾ ബോണ്ട് ഇല്ല, അപ്പോൾ യു വി വിസിബിൾ ആക്റ്റീവ് അല്ല. മീഥെയിൻ ഹൈഡ്രോ കാർബൺ ആണ്, സാച്ചുറേറ്റഡ് ആണ് അല്ലേ, ANE ആണ്, അപ്പോൾ ഇതും ആക്റ്റീവ് അല്ല. അസറ്റോൺ ഒരു കീറ്റോൺ ആണ്, ആക്റ്റീവ് ആണ്. ഫോമിക് ആസിഡ് ആണ്, ആക്റ്റീവ് ആണ്. ഈഥൈൽ ആൽക്കഹോളിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഇല്ല, യു വി വിസിബിൾ ആക്റ്റീവ് അല്ല. H2Cl2 ഒന്നും യു വി വിസിബിൾ ആക്റ്റീവ് അല്ല, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഇല്ല. ഈഥൈൽ അസറ്റേറ്റ് ഒരു എസ്റ്റർ ആണ്, ഇതൊരു യു വി വിസിബിൾ ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾ ആണ്. അപ്പോൾ ഈ യു വി സ്പെക്ട്രം എന്ന് വരാൻ ചാൻസ് ഉള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് യു വി വിസിബിൾ ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ, 2 ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. ഇനി അടുത്തത് ബിയർ ലാംബേർട്സ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ, അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ബിയർ ലാംബേർട്സ് ലോ പറയുന്നത്? നമ്മൾ ഒരു സൊല്യൂഷൻ കൺസിഡർ ചെയ്യാണ്. ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ C ആയിട്ട് എടുക്കുന്നു. ദെൻ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് L ആയിട്ട് എടുക്കുക. തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ സൊല്യൂഷൻ എടുക്കുന്ന എന്തെങ്കിലും ഒരു അപ്പാരറ്റസിലായിരിക്കും. ആ കണ്ടെയ്നറിൻ്റെ അല്ലെങ്കിൽ അപ്പാരറ്റസിൻ്റെ തിക്നെസ് ആണ് L എന്ന് പറയുന്നത്. C കോൺസെൻട്രേഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ഈ സൊല്യൂഷനിൽ കൂടി കടന്നു പോയി കഴിയുമ്പോൾ കുറച്ച് ആ സൊല്യൂഷൻ അബ്സോർബ് ചെയ്യും, ആ ലൈറ്റ് അല്ലേ. അബ്സോർബ് ചെയ്ത് ആ ഒരു ലൈറ്റ് കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ I0 അബ്സോർബ് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷനും IT ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് റേഡിയേഷനും ആണെങ്കിൽ നമ്മുടെ അബ്സോർബൻസ് എത്രത്തോളം അബ്സോർബ് ചെയ്തു എന്നുള്ളത്, അബ്സോർബൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ആൻഡ് തിക്നെസ് ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. ഓർ വി ക്യാൻ സേ ദാറ്റ് A ഈസ് ഈക്വൽ ടു എപ്സിലോൺ CL. ഇവിടെ എപ്സിലോൺ എന്ന് പറയുന്നത് മോളാർ എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യന്റ് ആണ്. ഇതാണ് നമ്മൾ ബിയർ ലാംബേർട്സ് ലോ. ഓക്കെ, അപ്പോൾ ഒരു ബിയർ ലാംബേർട്സ് ലോ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഫോർ എ ഗിവൺ മെറ്റീരിയൽ സാമ്പിൾ, പാത്ത് ലെങ്ത് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദി സാമ്പിൾ. പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് ആ ഒരു തിക്നെസ് ഓഫ് സൊല്യൂഷൻ തന്നെ. പാത്ത് ലെങ്ത് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് സാമ്പിൾ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സോർബൻസ് ഓഫ് ലൈറ്റ്. ഓർ A ഈസ് ഈക്വൽ ടു എപ്സിലോൺ LC. ഇവിടെ എപ്സിലോൺ CL എന്താണെന്ന് ഓർത്തിരിക്കുക. ഇതാണ് ബിയർ ലാംബേർട്സ് ലോ. ഇതിന്റെ ഡെറിവേഷൻ ഒന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ബിയർ ലാംബേർട്സ് ലോ പറയാനും അതിന്റെ ഇക്വേഷനും ഓർത്തിരിക്കുക. ഓരോന്നും എന്താണെന്ന് ഓർത്തിരിക്കുക. എപ്സിലോൺ മോളാർ എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യന്റ് ആണ്. L ഡിസ്റ്റൻസ് കവേർഡ് ബൈ ലൈറ്റ്, അല്ലെങ്കിൽ ആ ഒരു ലെങ്ത് ഓഫ് പാത്ത് ലെങ്ത് ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ തിക്നെസ് ഓഫ് സൊല്യൂഷൻ ആണ്. C കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. ഇതാണ് ബിയർ ലാംബേർട്സ് ലോ. ഓക്കെ, അടുത്തത് വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ IR സ്പെക്ട്രോസ്കോപ്പി. IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് IR റേഡിയേഷൻ മോളിക്യൂൾ വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്പെക്ട്രോസ്കോപ്പിയാണ്. ഇവിടെ IR റേഡിയേഷൻ മോളിക്യൂൾ വരുമ്പോൾ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. UV റേഡിയേഷൻ മോളിക്യൂൾ വരുമ്പോൾ അതിൽ ഇലക്ട്രോൺസ് ഇരിക്കുന്ന സ്ഥലം, അതായത് ഇലക്ട്രോണിക് എനർജി ലെവൽസ് തമ്മിൽ ഇലക്ട്രോൺസിന്റെ ട്രാൻസിഷൻ ആണ് നടക്കുന്നതെങ്കിൽ ഇവിടെ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി വൈബ്രേഷൻസ് ഏതൊക്കെ രീതിയിൽ വരാം? ഒന്നെങ്കിലും മോളിക്യൂൾ സ്ട്രെച്ച് ചെയ്യാം. ഈ സ്ട്രെച്ചിങ് തന്നെ 2 രീതിയിലുണ്ട്. സിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, അസിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ മോളിക്യൂൾ ബെൻഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് സിമെട്രിക് സ്ട്രെച്ചിങ്. ഒരു മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ മോളിക്യൂൾ ഇപ്പോൾ CO2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 2 വശത്തേക്കും ഓക്സിജനെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ലെങ്ത് അങ്ങ് കൂടും 2 വശത്തേക്കും അല്ലേ. അതൊരു സിമെട്രിക് സ്ട്രെച്ചിങ് ആണ്. ഇനി അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒരു വശത്തേക്ക് മാത്രം നമ്മൾ സെയിം സൈഡിലേക്ക് മാത്രമുള്ള മൂവ്മെന്റ്. ഒരു വശത്തേക്ക് തന്നെ മൂവ് ചെയ്താൽ ഇതിന്റെ ലെങ്ത് കുറയും, ഇതിന്റെ ലെങ്ത് കൂടും. അസിമെട്രി ആവും അവിടെ അല്ലേ. ഒരെണ്ണത്തിന്റെ ലെങ്ത് കൂടും, അടുത്തതിന്റെ ലെങ്ത് കുറയും. ഇതാണ് അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബോണ്ടിന്റെ ലെങ്തിനാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. ഒരെണ്ണത്തിൽ ബോണ്ടിന്റെ ലെങ്ത് തുല്യമായിട്ട് വ്യത്യാസം വരുന്നു, അടുത്തതിൽ ബോണ്ട് ലെങ്ത് ഒരെണ്ണത്തിൽ കൂടിയാൽ അടുത്തതിൽ കുറയുന്നു. അതാണ് അസിമെട്രിക് സ്ട്രെച്ചിങ്. ഇനി ബെൻഡിങ് എന്ന് പറയുന്നത് ഈ ഒരു ബോണ്ടിന്റെ ആംഗിളിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ഇത് രണ്ടും ഒന്നെങ്കിൽ മുകളിലേക്ക് മൂവ് ചെയ്യാം അല്ലെങ്കിൽ താഴേക്ക് മൂവ് ചെയ്യാം. അതിനനുസരിച്ച് ഈ ആംഗിളിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതാണ് ബെൻഡിങ്. ഓക്കെ, ഇനി ടോട്ടൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് കണ്ടുപിടിക്കാൻ ഒരു മോളിക്യൂൾ തന്നാൽ അതിന്റെ നമ്പർ ഓഫ് വൈബ്രേഷൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണിത്. 3n-5 ആൻഡ് 3n-6 വേർ n ഈസ് നമ്പർ ഓഫ് ആറ്റംസ്. ഒരു മോളിക്യൂൾ തന്നാൽ അതിന്റെ നമ്പർ ഓഫ് ആറ്റംസ് അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ നമ്പർ ഓഫ് വൈബ്രേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് ലീനിയർ മോളിക്യൂളും നോൺ ലീനിയർ മോളിക്യൂളും 2 ഇക്വേഷൻ ആണ്. ലീനിയർ മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ ഷേപ്പ് ഉള്ള മോളിക്യൂൾ. കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പോലെ 180 ബോണ്ട് ആംഗിൾ ഉള്ള നേരെ ഇരിക്കുന്ന മോളിക്യൂൾസ് ആണ് ലീനിയർ മോളിക്യൂൾസ്. കാർബൺ ഡൈ ഓക്സൈഡ് പോലെ പിന്നെയുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് HCl, HCN ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ലീനിയർ മോളിക്യൂൾസ് ആണ്. ഇത്തരത്തിലുള്ള ലീനിയർ മോളിക്യൂൾസിന്റെ കേസിൽ എത്ര വൈബ്രേഷൻസ് പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 3n-5. ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ എത്ര വൈബ്രേഷൻസ് ഉണ്ട്? 3 × n എത്രയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണും 2 ഓക്സിജനും, അപ്പോൾ 3. 3 × 3 - 5 9 - 5 4 വൈബ്രേഷൻസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിന്റെ കേസിൽ പോസിബിൾ ആയിട്ടുള്ളത്. ഇനി 3n-6 ആണ് നോൺ ലീനിയർ മോളിക്യൂൾ. ലീനിയർ അല്ലാത്ത ഈ മോളിക്യൂൾസ് ഒഴികെ ബാക്കി എല്ലാം നോൺ ലീനിയർ മോളിക്യൂൾസാണ്. ബെൻഡ് ഷേപ്പോ
ടെട്രാഹിഡ്രലോ ഒക്ടാഹിഡ്രലോ ഏത് ഷേപ്പ് ആയാലും അതെല്ലാം നോൺ ലീനിയർ മോളിക്യൂൾസ് ആണ്. അങ്ങനെയുള്ള മോളിക്യൂൾസിന്റെ കേസിൽ നമ്പർ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് 3n-6 ആണ്. ഫോർ എക്സാമ്പിൾ വാട്ടർ മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്താൽ വാട്ടറിൽ 3 ആറ്റംസ് ആണുള്ളത്. അപ്പോൾ 3n-6 3 × 3 - 6 3 വൈബ്രേഷൻസ് ആയിരിക്കും പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു മോളിക്യൂളിന്റെ നമ്പർ ഓഫ് വൈബ്രേഷൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ അത് 4 ആണ്, വാട്ടറിന്റെ കേസിൽ അത് 3 ആണ്. 4 വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ആദ്യത്തേത് സിമെട്രിക് സ്ട്രെച്ചിങ് തന്നെയായിരിക്കും, അടുത്തത് അസിമെട്രിക് സ്ട്രെച്ചിങ് ആയിരിക്കും, പിന്നെയുള്ള 2 ബെൻഡിങ് ആയിരിക്കും. അപ്പോൾ വാട്ടറിന്റെ കേസിൽ 3 ആണുള്ളത്, ഒരെണ്ണം സിമെട്രിക് സ്ട്രെച്ചിങ് ആയിരിക്കും, അടുത്തത് അസിമെട്രിക് സ്ട്രെച്ചിങ് ആയിരിക്കും, പിന്നെയുള്ളത് ബെൻഡിങ് ആയിരിക്കും. ഇനി ഒരു മോളിക്യൂൾ IR ആക്റ്റീവ് ആവാൻ വേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ആ മോളിക്യൂളിന്റെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ മോളിക്യൂള് വൈബ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് ഉണ്ടാവണം. എന്തുകൊണ്ടാണ് ഒരു മോളിക്യൂളിൽ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുന്നത്? ആ മോളിക്യൂളിലെ ആ ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് വ്യത്യാസമുള്ള മോളിക്യൂൾസിലാണ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ 2 ടൈപ്പ് ഓഫ് മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ഹോമോ അറ്റോമിക് മോളിക്യൂളും ഹെറ്ററോ അറ്റോമിക് മോളിക്യൂളും കൺസിഡർ ചെയ്താൽ H2 പോലെയുള്ള ഹോമോ അറ്റോമിക് മോളിക്യൂളിൽ 2 ആറ്റംസ് തമ്മിൽ ഡൈപോൾ മൊമെന്റ് ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് വ്യത്യാസമൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ ഡൈപോൾ മൊമെന്റേ ഇല്ല. HCl കൺസിഡർ ചെയ്യുമ്പോൾ ക്ലോറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും, ഈ മോളിക്യൂള് പോളാർ ആവും. അപ്പോൾ Clന്റെ ഡയറക്ഷനിലേക്കായിരിക്കും ഡൈപോൾ മൊമെന്റ് ഉള്ളത്, അതുകൊണ്ട് HCl ഡൈപോൾ മൊമെന്റ് ഉള്ള ഒരു മോളിക്യൂളാണ്, H2 ഡൈപോൾ മൊമെന്റ് ഇല്ലാത്ത ഒരു മോളിക്യൂളാണ്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മോളിക്യൂൾ IR ആക്റ്റീവ് ആവുള്ളൂ, അല്ലെങ്കിൽ ആ മോളിക്യൂളിന്റെ വൈബ്രേഷൻ IR ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൽ 4 വൈബ്രേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏതൊക്കെ വൈബ്രേഷൻസ് ആണ് IR ആക്റ്റീവ്, ഏതൊക്കെയാണ് IR ഇൻആക്റ്റീവ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ കൺസിഡർ ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സിമെട്രിക് സ്ട്രെച്ചിങ് ആണ് ആദ്യം നമ്മൾ എടുക്കുന്നത്, 2 വശത്തേക്കുമുള്ള മൂവ്മെന്റ്. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഒറിജിനൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എടുക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ, ഒരു ഹെറ്ററോ അറ്റോമിക് മോളിക്യൂൾ ആണ്, അതായത് 2 ടൈപ്പ് ഓഫ് ആറ്റംസ് ചേർന്നുണ്ടായിരിക്കുന്ന മോളിക്യൂൾ ആണ്, അതുകൊണ്ട് ഇവിടെ ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഓക്കെ, ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ പക്ഷേ ഡൈപോൾ മൊമെന്റ് 0 ആണ്. കാരണം ഇവിടെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനിലേക്കാണ്, ഇവിടെയും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനിലേക്കാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. ഓക്കെ, ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ സിമെട്രിക് സ്ട്രെച്ചിങ് നടത്തുക. അപ്പോൾ ഈ ലെങ്ത് ഒന്നെങ്കിൽ കൂടും അല്ലെങ്കിൽ ലെങ്ത് കുറയും, എങ്ങനെയാണെങ്കിലും 2 സൈഡിലുള്ള ലെങ്ത് സെയിം ആയിരിക്കും. അപ്പോൾ സിമെട്രിക് സ്ട്രെച്ചിങ് നടത്തി കഴിയുമ്പോഴും ഡൈപോൾ മൊമെന്റിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല, കാരണം 2 വശത്തേക്കും പോയി ഡൈപോൾ മൊമെന്റ് ക്യാൻസൽ ആയി പോകും. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടിയാലും 2 വശത്തേക്കും കൂടുന്ന ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് 0 ആയി പോകും. അപ്പോൾ സിമെട്രിക് സ്ട്രെച്ചിങ് നടത്തുമ്പോൾ ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് ഒന്നുമില്ല, അതുകൊണ്ട് ഇത് IR ഇൻആക്റ്റീവ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സിമെട്രിക് സ്ട്രെച്ചിങ് IR ഇൻആക്റ്റീവ് ആണ്. അടുത്തത് അസിമെട്രിക് സ്ട്രെച്ചിങ് ആണ്. ഒരു വശത്തെ ലെങ്ത് കുറയുന്നു, മറുവശത്തെ ലെങ്ത് കൂടുന്നു. അപ്പോൾ ലെങ്തിനെ അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഡൈപോൾ മൊമെന്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ -2 ആണ് ഡൈപോൾ മൊമെന്റ് എങ്കിൽ ഇവിടെ അതൊരു +10 ആയിരിക്കും. കാരണം എന്താണ്, ലെങ്തിന് വ്യത്യാസം വന്നു, അതുകൊണ്ട് നെറ്റ് ഡൈപോൾ മൊമെന്റ് ഇവിടെ ഉണ്ട്. ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആദ്യം ഡൈപോൾ മൊമെന്റ് 0 ആയിരുന്നു, അസിമെട്രിക് സ്ട്രെച്ചിങ് നടത്തിയപ്പോൾ ഡൈപോൾ മൊമെന്റ് ഒരു നോൺ സീറോ വാല്യൂ കിട്ടി. ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉള്ളതുകൊണ്ട് അസിമെട്രിക് സ്ട്രെച്ചിങ് ഓഫ് ഡൈപോൾ മൊമെന്റ് IR ആക്റ്റീവ് ആണ്. അടുത്തത് ബെൻഡിങ്. കാർബൺ ഡൈ ഓക്സൈഡ് വെറുതെ ഇരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ച് ബെൻഡ് ചെയ്തു നമ്മൾ, 2 വശത്തേക്ക് ബെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇനി നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആവുമോ? ഇല്ല, ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നാൽ മാത്രമേ ഇത് 0 ആവുള്ളൂ. ഇവിടെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ 2 താഴേക്കാണ്, അതുകൊണ്ട് ഇവിടെ ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ബെൻഡിങ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും IR ആക്റ്റീവ് ആണ്. ഓക്കെ, ഇനി ഈ 2 ബെൻഡിങ് ആണുള്ളത്. 2 ബെൻഡിങ്, ഒന്ന് ഇൻപ്ലെയിൻ ബെൻഡിങ് ആണ്, അടുത്തത് ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ് ആണ്. പക്ഷെ 2 ബെൻഡിങ്ങിന്റെയും ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട്, 2 IR ആക്റ്റീവ് ആണ്. പക്ഷെ 2ന്റെയും എനർജി അല്ലെങ്കിൽ വേവ് ലെങ്ത് സെയിം ആണ്, അതുകൊണ്ട് ബെൻഡിങ് 2 കൂടി നമ്മൾ ഒന്നായിട്ടേ കൂട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എങ്ങനെ ആയിരിക്കും, ബെൻഡിങ്ങിന് ആകെ ഒരൊറ്റ സ്പെക്ട്രേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൽ 4 വൈബ്രേഷൻസ് ആണുള്ളത്. സിമെട്രിക് സ്ട്രെച്ചിങ് IR ആക്റ്റീവ് അല്ല, കാരണം ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ഇല്ല. അസിമെട്രിക് സ്ട്രെച്ചിങ്ങും 2 ബെൻഡിങ്ങും IR ആക്റ്റീവ് ആണ്. പക്ഷേ IR ആക്ടിവിറ്റി നമ്മൾ സ്പെക്ട്രം എടുക്കുമ്പോൾ നമുക്ക് ആകെ 2 സിഗ്നൽസ് മാത്രമേ കിട്ടുള്ളൂ. ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിന്റെ IR ആക്ടിവിറ്റി. വെരി ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ തവണ എക്സാമിന് കാർബൺ ഡൈ ഓക്സൈഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കുമ്പോൾ എന്തൊക്കെ എഴുതണം? നമ്പർ ഓഫ് വൈബ്രേഷൻസ് ആദ്യം കണ്ടുപിടിക്കണം. 3n-5 ആണ് നമ്പർ ഓഫ് വൈബ്രേഷൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ലീനിയർ മോളിക്യൂൾ ആണ്. ദെൻ അതിനകത്തുള്ള വൈബ്രേഷൻസ് സിമെട്രിക് സ്ട്രെച്ചിങ്, അസിമെട്രിക് സ്ട്രെച്ചിങ്, 2 ബെൻഡിങ്. ഫിഗർ വരച്ച് കാണിക്കുക. ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ IR ആക്റ്റീവ് ആവുള്ളൂ. ഓരോന്നും എടുത്ത് കാണിച്ച് ഡൈപോൾ മൊമെന്റിന്റെ ചേഞ്ച് കാണിച്ച് സിമെട്രിക് സ്ട്രെച്ചിങ് IR ഇൻആക്റ്റീവ് ആണെന്ന് നമ്മൾ കാണിക്കുക. അടുത്തത് വാട്ടർ. സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന 2 മോളിക്യൂൾസ്
കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഓൾറെഡി കണ്ടു. അടുത്തത് വാട്ടറാണ്. വാട്ടറിന്റെ കേസിൽ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് ഇതാണ് വാട്ടർ അല്ലേ, ബെൻഡ് ഷേപ്പാണ്, ഓക്സിജൻ നടുക്ക് 2 ഹൈഡ്രജൻ. ഈ ഹൈഡ്രജനെ പിടിച്ച് വലിച്ച് നമ്മൾ സിമെട്രിക് സ്ട്രെച്ചിങ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ മോളിക്യൂൾ കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു ഡൈപോൾ മൊമെന്റ് ഉള്ള ഒരു മോളിക്യൂളാണ്. കാരണം രണ്ടിന്റെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ മേളിലേക്ക് തന്നെയാണ്, സീറോ ആവുന്നില്ല. ഇനി സിമെട്രിക് സ്ട്രെച്ചിങ് നടത്തി കഴിയുമ്പോൾ ലെങ്തിന് വ്യത്യാസം വരുന്നുണ്ട്, അതിനനുസരിച്ച് ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് അത് IR ആക്റ്റീവ് ആണ്. അസിമെട്രിക് സ്ട്രെച്ചിങ് നടത്തുമ്പോഴും ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് ഉണ്ട്, അതുകൊണ്ട് അതും IR ആക്റ്റീവ് ആണ്. ഇനി ബെൻഡിങ് നടത്തുമ്പോഴും ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് ഉണ്ട്, അതുകൊണ്ട് ഇതും IR ആക്റ്റീവ് ആണ്. അപ്പോൾ വാട്ടർ മോളിക്യൂളിൽ 3 വൈബ്രേഷൻസേ ഉള്ളൂ, 3 IR ആക്റ്റീവ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരെണ്ണം മാത്രം IR ഇനാക്റ്റീവ് ആണ്, ബാക്കി IR ആക്റ്റീവ് ആണ്. ഓക്കെ, ഇതാണ് IR ആക്ടിവിറ്റി ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറാണ് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട് തന്നിരിക്കുന്നത്, അതുകൊണ്ട് മോളിക്യൂൾ എക്സാമ്പിൾ ചോദിച്ചാൽ ഇത് രണ്ടും ചോദിക്കുള്ളൂ. പിന്നെ IR ആക്ടിവിറ്റി എന്ന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു മോളിക്യൂൾ IR ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ്. അങ്ങനെ തരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് മോളിക്യൂൾ ഹോമോ അറ്റോമിക് ആണോ നോക്കുക, ഹെട്രോ അറ്റോമിക് ആണോ നോക്കുക. അതായത് ഒരേപോലത്തെ ആറ്റംസ് ചേർന്നുണ്ടായിരിക്കുന്ന H2, N2, Cl2, O2 ഇതൊന്നും IR ആക്റ്റീവ് അല്ല. കാരണം ഇതെല്ലാം ഒരേ ടൈപ്പ് ആറ്റംസ് കൂടി ചേർന്നുണ്ടായിരിക്കുന്നതാണ്. ഇവിടെ ഡൈപോൾ മൊമെന്റ് 0 ആണ്. ഇനി HCl, HNO3 അതുപോലെ ഏത് മോളിക്യൂൾ, ബാക്കി ഒരേ ടൈപ്പ് മോളിക്യൂൾ ആറ്റംസ് കൂടി ചേർന്നല്ലാതെ ഉണ്ടായിരിക്കുന്ന എല്ലാ മോളിക്യൂൾസും IR ആക്റ്റീവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു മോളിക്യൂൾ IR ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഹോമോ അറ്റോമിക് ആണോ നോക്കിയാൽ മതി. ഇതെല്ലാം IR ആക്റ്റീവ് ആണ്. HCl, HBr, NO2, H2O ഇതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് കൂടി ചേർന്നുണ്ടായിരിക്കുന്ന എല്ലാ ആറ്റംസും IR ആക്റ്റീവ് ആണ്. ഇനി IR ആക്ടിവിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ടു ഡിസ്റ്റിങ്ക്വിഷ് ഇന്റർമോളിക്കുലർ ആൻഡ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജനും ഇലക്ട്രോനെഗറ്റീവ് ആറ്റവുമായിട്ടുള്ള ബോണ്ടിങ് ആണെന്ന് നമുക്കറിയാം. അത് 2 തരമുണ്ട്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഉണ്ട്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഉണ്ട്. ഇന്റർമോളിക്കുലർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? മോളിക്യൂൾസ് തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇതൊരു വാട്ടർ മോളിക്യൂൾ ആണ്. വാട്ടറിലുള്ള ഹൈഡ്രജനും തൊട്ടടുത്തുള്ള വാട്ടറിലെ ഓക്സിജനും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്, മോളിക്യൂൾസ് തമ്മിൽ. ഇനി ഇൻട്രാമോളിക്കുലർ എന്ന് പറയുമ്പോൾ മോളിക്യൂളിനുള്ളിൽ തന്നെയുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇവിടെ ഈ ഹൈഡ്രജനും തൊട്ടടുത്തുള്ള ഈ ഒരു ഓക്സിജനും തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇത് ഒരു മോളിക്യൂൾ ആണ്. ഓക്കെ, അപ്പൊ രണ്ടിലും ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് IR സ്പെക്ട്രം എടുക്കുമ്പോൾ രണ്ടിലെയും ഹൈഡ്രജൻ ബോണ്ടിങ് നമുക്ക് കിട്ടും. പക്ഷേ അത് ഇന്റർമോളിക്കുലർ ആണോ ഇൻട്രാമോളിക്കുലർ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഡൈല്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡൈല്യൂഷൻ എന്ന് പറയുന്നതിന്റെ ഇടയ്ക്ക് വേറെ മോളിക്യൂൾസ് വന്ന് ചേരുകയാണ്. അപ്പോൾ മോളിക്യൂൾസ് തമ്മിലുള്ള ആ ഒരു ബന്ധം വളരെ കുറഞ്ഞു പോകും. കാരണം ഇതിനിടയ്ക്ക് വേറെ മോളിക്യൂൾസ് വരികയാണ്. അപ്പോൾ ഇവിടെയുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് പതിയെ കുറയാൻ തുടങ്ങും. പക്ഷെ മോളിക്യൂളിനകത്തേക്ക് നമ്മൾ എത്ര ഡൈല്യൂട്ട് ചെയ്താലും മോളിക്യൂളിനകത്തേക്ക് വേറെ ഒരു മോളിക്യൂൾസും കയറി വരുന്നില്ല. അതുകൊണ്ട് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, അത് സെയിം തന്നെയായിട്ട് നിൽക്കും. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കുറഞ്ഞിട്ട് ആ ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്ര കുറയും, അല്ലെങ്കിൽ അത് ഡിമിനിഷ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഇന്റർമോളിക്കുലർ ആൻഡ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് IR സ്പെക്ട്ര ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് UV വിസിബിൾ സ്പെക്ട്ര എന്നുള്ളത് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ്. 4 ടൈപ്പ് ഓഫ് ട്രാൻസിഷൻസ് ഉണ്ട്. അതുപോലെ UV ആക്റ്റീവ് ആൻഡ് ഇനാക്റ്റീവ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ, IR ആക്ടിവിറ്റി ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് വൈബ്രേഷൻസ് കണ്ടുപിടിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വാട്ടറിന്റെയും IR ആക്ടിവിറ്റി, അതുപോലെ ഒരു മോളിക്യൂൾ IR ആക്റ്റീവ് ആണോ എന്ന് നോക്കാൻ എന്താ ചെയ്യേണ്ടത്? ഹെട്രോ ആറ്റോമിക് ആണോ ഹോമോ അറ്റോമിക് ആണോ നോക്കുക. ആപ്ലിക്കേഷൻ ഓഫ് IR സ്പെക്ട്രോസ്കോപ്പി ടു ഡിറ്റർമൈൻ ദ to differentiate between intermolecular and intramolecular hydrogen bonding. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് യുവിയുടെ ഭാഗത്ത് നിന്നുള്ളത്. പല മോളിക്യൂൾസ് തന്നിട്ട് അതിൽ ഏതിനായിരിക്കും അബ്സോർപ്ഷൻ ഫ്രീക്വൻസി കൂടുതലുള്ളതെന്ന്, അബ്സോർപ്ഷന്റെ വേവ് ലെങ്ത് കൂടുതലുള്ളതെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ പല മോളിക്യൂൾസ് കിട്ടിയാൽ അതിലുള്ള നമ്പർ ഓഫ് ഡബിൾ ബോണ്ട്സ് നോക്കിയാൽ മതി. ഡബിൾ ബോണ്ടിന്റെ എണ്ണം അല്ലെങ്കിൽ കോൺജുഗേഷന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആ മോളിക്യൂളിലുള്ള വേവ് ലെങ്ത്, അബ്സോർപ്ഷൻ വേവ് ലെങ്തും കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈഥീന്, ബ്യൂട്ടാഡൈന്, ഹെക്സാട്രൈന് കൺസിഡർ ചെയ്യുകയാണ്. ഈഥീനിൽ ഒരു പൈ ബോണ്ടേ ഉള്ളൂ, ഇതിൽ 2 പൈ ബോണ്ട് ഉണ്ട്, കാണാമല്ലോ, 2 ഡബിൾ ബോണ്ട് ഉണ്ട്. ഹെക്സാട്രൈനിൽ 3 ഡബിൾ ബോണ്ട് ഉണ്ട്. ഇതിന്റെ കേസിൽ ഏതിനായിരിക്കും അബ്സോർപ്ഷൻ വേവ് ലെങ്ത് കൂടുതൽ? അത് ഹെക്സാട്രൈനായിരിക്കും. കാരണം എന്താണ്? ഇവിടെ കോൺജുഗേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട്സ് കൂടുതലുണ്ട്, അതുകൊണ്ട് വേവ് ലെങ്ത് കൂടുതലായിരിക്കും. പിന്നെ കൂടുതൽ ആർക്കായിരിക്കും? ദെൻ ബ്യൂട്ടാഡൈനായിരിക്കും. ഏറ്റവും കുറവ് ഈഥീനായിരിക്കും. ഇതിനേക്കാളും ഒക്കെ കൂടുതലായിരിക്കും ബെൻസീന്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് 2-3 മോളിക്യൂൾസ് തന്നിട്ട് ഏതിനാണ് അബ്സോർപ്ഷൻ വേവ് ലെങ്ത് കൂടുതലെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഡബിൾ ബോണ്ട്സ് അല്ലെങ്കിൽ കോൺജുഗേഷന്റെ എണ്ണം നോക്കിയാൽ മതി. അതിനനുസരിച്ച് UV അബ്സോർപ്ഷൻ വേവ് ലെങ്ത് കൂടുതലായിരിക്കും. അപ്പൊ ഇത്രയുമാണ് സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്നുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്.